ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഞാറ്റുവേല മഹോത്സവത്തിൻ്റെ വീഡിയോ മുൻപിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ നമ്മൾ കുറച്ച് ചെടികളുടെ ബൾബുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ബൾബുകളുടെ നടിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ബൾബുകൾ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാഡിയോലസ് ഉണ്ട്, ഏഷ്യാറ്റിക് ലില്ലി ഉണ്ട്, പിന്നെ അതുകൂടാതെ നമ്മുടെ ട്യൂബ് റോസ് രണ്ട് തരത്തിലുള്ളതുണ്ട് കേട്ടോ. കട്ടപ്പൂവിൻ്റെതുണ്ടും ഒറ്റപ്പൂവിൻ്റെത് വന്നതുണ്ട് കേട്ടോ. അതിൻ്റെ ബൾബാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ നടിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലാത്തിനും ഒരുപോലത്തെ പോട്ടി മിക്സാണ് കൊടുക്കുന്നത്. അതായത് ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മണ്ണും ചാണകപ്പൊടി മാത്രമാണ് ഇതിൽ മിക്സ് ചെയ്യണത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മണ്ണും ചാണകപ്പൊടിയും മണലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ കാണുന്ന ഈ ചട്ടികളിലാണ് ഞാൻ ഇവിടെ നട്ട് കൊടുക്കണത് കേട്ടോ, ഈ ബൾബുകൾ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടിയിൽ കല്ലിട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണ് അതായത് തിങ്ങി നിന്നിട്ട് വേര് തിങ്ങിതായി പോവാതിരിക്കാൻ കല്ലിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് മണ്ണ് നിറച്ച് ബൾബ് നട്ട് കൊടുക്കാം. ഇത് ഗ്ലാഡിയോലസിൻ്റെ ബൾബുകളാണ് കേട്ടോ. ഇത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പുഷ്പാലങ്കാരങ്ങൾക്കായിട്ടാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് കേട്ടോ, ഈ ഗ്ലാഡിയോലസ്. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ ഒരു 3 എണ്ണമാണ് നട്ട് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്പേസ് ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് താത്തി നട്ട് കൊടുക്കണ്ട. ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് നട്ട് കൊടുക്കുന്നത്. ഞാനിതുവരെ ഇത് നട്ടിട്ടില്ല കേട്ടോ. പുഷ്പാലങ്കാരങ്ങൾക്കായിട്ടാണ് കേട്ടോ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഓരോ പൂങ്കുലയും സ്പൈക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ കാണ്ഡമാണ് നമ്മൾ നടീൽ വസ്തുവായിട്ട്, അതായത് ഈ ഉപയോഗിച്ചവർ കിഴങ്ങ് കേട്ടോ. നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന മണ്ണാണ് ഇതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം ഇത് നടുവാനായിട്ട്. അപ്പോൾ നമ്മളെ പൂക്കളുടെ എണ്ണവും കൂടും. കേരളത്തിൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇത് നടാൻ പറ്റിയ സമയം. നമ്മൾ കിഴങ്ങ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും വലിപ്പമുള്ള കിഴങ്ങ് തിരഞ്ഞെടുക്കാനായിട്ട് നല്ലത്. അതാകുമ്പോൾ നല്ല വലിയ പൂവുണ്ടാവും, ഇത് വേഗം നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ അത് മാത്രം ഇതിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് 5 തരം കളറുകളുള്ള ഗ്ലാഡിയോലസ് തൈകളാണ് കേട്ടോ. ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലത്തെയാണ് ഇതിൻ്റെ തൈകളും പൂക്കളും വരുന്നത്. അങ്ങനെ പലതരം കളറുകളാണ് ഇത് കാണപ്പെടുന്നത്. ഈ കാണുന്നതാണ് നമ്മളെ ഏഷ്യാറ്റിക് ലില്ലിയുടെ ബൾബ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ പല നിറത്തിലുള്ള പൂക്കളാണ്. മനോഹരമായ പൂക്കളുള്ള ഒരു ചെടിയാണ് കേട്ടോ ലില്ലി. പൂർണ്ണ സൂര്യപ്രകാശം മുതൽ ഭാഗിക തണൽ വരെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് പ്രധാനമായും വളരുന്നത്. നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന മണ്ണാണ് ഇതിന് നല്ലത്. ഏഷ്യാറ്റിക് ലില്ലികൾ സാധാരണയായി പൂക്കുന്നത് വസന്തത്തിൻ്റെ അവസാനത്തിലും വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിലുമാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ ചെടി വന്നത്. ഇതിൻ്റെ ഇലയൊക്കെ അത് ഇത്രേ ഉണ്ടാവുള്ളൂ. നമ്മളെ സാധാരണ കാണുന്ന പോലത്തെ ലില്ലിയുടെ പോലെയല്ല കേട്ടോ ഇല വന്നത്. ഇതാണ് ഇതിൻ്റെ പലതരത്തിലുള്ള പൂക്കൾ വരുന്നത്. ഇതിൻ്റെ 3 കളറ് ബൾബുകളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഈ ഇതളുകൾ ഇങ്ങനെ അടന്നു പോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കളയരുത്. അത് നമുക്ക് ചകിരിച്ചോറിൽ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ എൻ്റെ അടന്നു പോകുന്നത് ഞാൻ അങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് നട്ട് കൊടുക്കാം. ഈ കാണുന്നതാണ് ട്യൂബ് റോസിൻ്റെ ബൾബ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ അടർത്തി വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ നേരിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് വെള്ള നിറത്തിലുള്ള ട്യൂബ് റോസിൻ്റെ പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാവണത്. കട്ടയുണ്ട്, ഒറ്റയായിട്ട് വരുന്ന പൂക്കളും ഉണ്ട് കേട്ടോ. ഇത് രജനീഗന്ധ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് രാത്രിയിലാണ് കേട്ടോ വിരിയണത്. അപ്പം നല്ല സുഗന്ധം ഇരിക്കുന്നതാണ് പറയണത്. പിന്നെ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സുഗന്ധദ്രവ്യ നിർമ്മാണത്തിനും അരോമാതെറാപ്പി, പരമ്പരാഗത വൈദ്യശാസ്ത്രം എന്നിവയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിന് നല്ല നീർവാർച്ചയുള്ള മണ്ണ് തന്നെയാണ് ആവശ്യം. പിന്നെ ഇത് നടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയാണ് കേട്ടോ. പിന്നെ സൂര്യപ്രകാശവും ഇതിന് അത്യാവശ്യമാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തണലത്ത് തന്നെ കൊണ്ടുവെക്കണം കേട്ടോ. വെള്ളം ഇപ്പോൾ മഴ സമയമാണ്, പുറത്ത് വെക്കണ്ട. വെള്ളം കെട്ടി നിന്നാൽ ചീത്തയായി പോവും. പിന്നെ നമ്മുടെ ഏഷ്യാറ്റിക് ലില്ലിയുടെ പീസുകൾ കിട്ടിയതാണിത്. നമുക്കിങ്ങനെ ചകിരിച്ചോറും മണ്ണും കൂടിയും കലർന്ന മിക്സ് എടുത്തിട്ട് ഞാൻ അതിലിങ്ങനെ വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് മുളച്ച് വന്നോളും. ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അടർത്തിയെടുത്ത ഭാഗം, അതായത് ഈ പരന്ന ഭാഗം നമ്മൾ മണ്ണിലോട്ട് കുത്തിവെക്കുന്ന വിധത്തിലാണ് കേട്ടോ നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ പേര് നട്ട് കൊടുത്തേക്കണത്. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്താലും പിടിച്ച് കിട്ടും. അതിനുശേഷം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ സാഫ് കലക്കിയിട്ട്
ആ വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. പിന്നെ വേറെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണില്ല. ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തണലത്തേക്ക് മാറ്റി വെക്കണേ ചെയ്യണത് കേട്ടോ. പിന്നെ നമ്മൾ ആ സോയിൽ ഉണങ്ങുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെറുതെ വെള്ളം കെട്ടി എന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചീത്തായി പോകും. പിന്നെ ഒരു കാര്യം, ഇത് സീസണൽ പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ സീസൺ കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബൾബുകൾ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആ ബൾബ് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത സീസണിലേക്ക് അത് നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് സാധാരണയായി എല്ലാവരും ചെയ്യണത്. അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നാലെ ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.